ഒട്ടിച്ചു കഴിഞ്ഞോ? ആ, എൻ്റെ അച്ഛനെല്ലാം ഒട്ടിച്ചു തന്നു. ഒന്ന് കാണിച്ചു തരുമോ? ഇപ്പൊ കാണിച്ചു തരില്ല, തിങ്കളാഴ്ച വന്നിട്ട് കാണിച്ചു തരാം. ടാറ്റാ. അച്ഛാ. ആ, എന്താ മുട്ടിയെ? മുഖം ഒരു കൊട്ടുണ്ടല്ലോ. പറയമ്മു. എനിക്ക് കൊറേ തൂവല് വേണം. കൊറേ തൂവലോ? അതെന്തിനാ അമ്മൂന്? ടീച്ചർ ഞങ്ങളോട് തൂവല് ശേഖരിച്ച് കൊണ്ടുവരാൻ പറഞ്ഞു. 5 ഒക്കെ കൊണ്ടുവന്നു. അയ്യോ, അപ്പൊ എന്റെ അമ്മൂട്ടിക്ക് ഇപ്പൊ എന്താ വേണ്ടേ? കൊറേ തൂവല് വേണല്ലേ? അച്ഛൻ തൂവല് കണ്ടുപിടിച്ചാലാട്ടോ. സത്യം? ഈ പണി കഴിഞ്ഞിട്ട് നമുക്ക് 2 പേർക്കും കൂടെ പോയി തൂവലെടുക്കാട്ടോ. ഇതൊന്നും അകത്ത് വെച്ച്. എനിക്കൊന്നും വയ്യ. ഒന്നെങ്കിൽ ഫോണ് അല്ലെങ്കിൽ സൈക്കിള്. ഇത് എന്തിന്റെ തൂവലമ്മു? കാക്കയുടെ. മിടുക്കി. അച്ഛൻ നോക്കട്ടെ. കാക്കകൾ ഇഷ്ടാണോ അമ്മൂന്? അച്ഛ, കാക്കകൾക്ക് കറുപ്പ് നിറം മാത്രമേ ഉള്ളൂ? കാക്കയുടെ നിറം, കാക്കകളൊക്കെ കറുപ്പ് തന്നെയല്ലേ, പിന്നെന്തേ? കാക്കകളെ പോലെ ആയാ മതിയായിരുന്നു നമ്മളും. അതെന്താ അമ്മോ അങ്ങനെ പറഞ്ഞു? മാളി ചേച്ചി വെളുത്തിട്ടാ, എനിക്കിഷ്ടല്ല. അതിന് എന്റെ അമ്മ വെളുത്തിട്ടല്ലേ? എല്ലാവർക്കും ഒരേ നിറയില് അടി കൂടില്ലല്ലോ അച്ഛാ. ആ, അത് ശരിയാ. ഇരിക്കേ. എന്താ എല്ലാരും അതിശയത്തോടെ നോക്കുന്നേ? നിങ്ങൾക്ക് എന്നെ പരിചയമില്ലല്ലോ അല്ലേ? ഇന്ന് മുതൽ കുറച്ച് ദിവസത്തേക്ക് നിങ്ങളെ ഞാൻ ആ പരിസ്ഥിതി പഠനം പഠിപ്പിക്കാം. അപ്പൊ ശോഭ ടീച്ചറോ? അതെന്താ, എന്നെ ഇഷ്ടായില്ലേ? എന്താ നിന്റെ കീശയില്? തീപ്പെട്ടി ചിത്രം. എടുക്ക്. ഇനി ഈ സാധനം ആരുടെങ്കിലും കയ്യിലുണ്ടാ? നിന്റെ കയ്യിലുണ്ടാ? താ. എന്താ നിന്റെ പേര്? അമൽജിത്ത്. മിടുക്കൻ. എല്ലാവരെയും പതുക്കെ പരിചയപ്പെടാട്ടോ. നിന്റെ യൂണിഫോം എവിടെ? എന്റെ പിറന്നാളാ. ആഹാ, ഹാപ്പി ബർത്ത്ഡേ. എല്ലാരും വിഷ് ചെയ്തേ. ഈ ഫോട്ടോയിൽ കാണുന്ന ആരാന്നറിയോ? ആരാണ് KR നാരായണൻ? ഈ രാഷ്ട്രപതിയുടെ ഒരു കഥ അറിയോ? കഥ കേൾക്കാൻ ഇഷ്ടാണോ? എന്നാ ഞാൻ കഥ പറയട്ടെ. കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തില് കുട്ടൻ എന്ന പേരുള്ള ഒരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു. കുട്ടന് പഠിക്കാൻ ഭയങ്കര ഇഷ്ടായിരുന്നു. എന്നാ കുട്ടന്റെ വീട്ടില് ഭക്ഷണത്തിന് പോലും വന്ന് വകയില്ലായിരുന്നു. ഓല മേഞ്ഞൊരു കുടിലായിരുന്നു കുട്ടൻ താമസിച്ചിരുന്നത്. വിശക്കുമ്പോ കുട്ടൻ കഞ്ഞി പാത്രത്തിൽ കൈയിട്ട് നോക്കും. പക്ഷേ കുട്ടൻ 1 2 വറ്റ് കിട്ടിയാലായി. അങ്ങനെ വിശന്ന് വയറുണങ്ങി പഠിക്കണോന്ന് ആഗ്രഹമായിട്ട് നടക്കുമ്പോ കുട്ടനൊരു കൂട്ടുകാരനെ കിട്ടി. പക്ഷേ കുട്ടനെ പോലല്ലായിരുന്നു കുട്ടന്റെ കൂട്ടുകാരൻ, വലിയ പത്രാസുകാരനായിരുന്നു. ആ സമയത്ത് കുട്ടനൊരാഗ്രഹം തോന്നി, കൂട്ടുകാരന്റെ വീടൊന്ന് കാണണം. ആ വലിയ വീട്. ഒരു ദിവസം കൂട്ടുകാരന്റെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് കുട്ടനും കൂട്ടുകാരനും കൂടി കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പോയി. കുട്ടൻ കൂട്ടുകാരന്റെ വീട് കണ്ട് ഞെട്ടി. നിറമുള്ള ജനലുകൾ, മിനുസമുള്ള നിലം, ഉറപ്പുള്ള വാതിലുകൾ. കുട്ടൻ ഞെട്ടിപ്പോയി. പക്ഷെ കുട്ടൻ അതിനേക്കാളൊക്കെ ഞെട്ടിയത് മറ്റൊന്ന് കണ്ടിട്ടാ. കൂട്ടുകാരന്റെ വീട്ടിലെ പട്ടിക്കൂട്.
പട്ടിയും കൂടൊന്നല്ല കേട്ടോ. പട്ടിയുടെ മുന്നിലുള്ള ആഹാരം കണ്ടിട്ടാ കുട്ടൻ ഞെട്ടിയത്. കഞ്ഞിക്കലത്തിൽ കൈയിട്ടാല് 2 വറ്റ് പോലും കിട്ടാത്ത കുട്ടന് അത് കണ്ടപ്പോ അതിശയായി. ഒരു ദിവസം കുട്ടൻ നിങ്ങളെ പോലെ സ്കൂളിൽ പോയപ്പോ ടീച്ചർ കുട്ടനോട് ചോദിച്ചു, നിനക്ക് വലുതാവുമ്പോ ആരാവണം? നമ്മളോടൊക്കെ ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? ഡോക്ടർ ആവണം, ടീച്ചർ ആവണം, ഡ്രൈവർ ആവണം. കുട്ടൻ എന്താ പറഞ്ഞെന്നറിയോ? കൂട്ടുകാരന്റെ വീട്ടിലെ പട്ടി ആവണമെന്ന്. അതെന്തുകൊണ്ടാ കുട്ടൻ അങ്ങനെ പറഞ്ഞെന്നറിയോ? പട്ടിയായ വയറ് നിറയെ ആഹാരം കഴിക്കാലോ. പാവല്ലേ കുട്ടൻ. കഥ തീർന്നില്ല കേട്ടോ. കുറച്ചു കാലം കഴിഞ്ഞ് കുട്ടൻ പഠിച്ച് ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി. ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമായി ഒരുപാട് സ്ഥാനങ്ങളിലേക്ക് എത്തിയിരുന്നു. അങ്ങനെ നമ്മുടെ രാഷ്ട്രപതിയായി. അതാണ് ആര്? നിങ്ങൾ ഓരോരുത്തരും ഇതുപോലെ പഠിച്ച് വലിയ വലിയ സ്ഥാനങ്ങളിൽ എത്തണം ട്ടോ. എത്തില്ലേ? ആരാ അത്? ആരാ? ഏത് നവീൻ? ഇതാ ടീച്ചറെ നവീൻ. എന്താ കാര്യം? എന്റെ കുറച്ച് കാശ് അവന്റെ ബാഗിൽ പെട്ടുണ്ട്, അത് എടുക്കാൻ വേണ്ടിട്ട് വന്നാ. അച്ഛന്റെ പൈസയൊന്നും ബാഗിലിട്ട് കൊണ്ടുവരുത് കേട്ടോ. പൈസ കൊടുക്ക്. നവീന്റെ ബാഗിൽ പൈസ ഉണ്ട് ടീച്ചറെ. ശരി ശരി. ടീച്ചറെ, ഇവന്റെ അച്ഛന് കള്ളുടിക്കാൻ വേണ്ടിട്ടാ. ഇവന്റെ അച്ഛൻ കള്ളുടിയാനാ. അങ്ങനെയൊന്നും പറയരുത്. തമാശ കളിയൊക്കെ മതി. ശോഭ ടീച്ചർ നിങ്ങളോട് തൂവൽ ശേഖരണ പുസ്തകം കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ലേ? എല്ലാരും എടുത്തേ. ടീച്ചറെ, അമ്മുവിന്റെ ബുക്ക് കാണാല. എവിടെ പോയി അമ്മു? ബാഗിൽ കാണും. താഴെ എവിടെയെങ്കിലും വീണിട്ടുണ്ടോ നോക്കി. എവിടെയും കാണുന്നില്ല. ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും. എല്ലാരുടെ ബാഗിലും ഞാൻ നോക്കാം ടീച്ചറെ. നീ അവിടെ ഇരുന്നേ. എല്ലാരും ബാഗ് എടുത്ത് മുന്നിൽ വെച്ചേ. അറിയാതെ ആരുടെങ്കിലും ബാഗിൽ പെട്ടുപോയിടണമെന്നറിയാം. ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചേൽപ്പിക്കുന്ന നല്ലത്. അല്ലെങ്കിൽ ഞാനത് ശോഭ ടീച്ചറിനോട് പറഞ്ഞു കൊടുക്കും. പിന്നെ അത് ഹെഡ് ടീച്ചർ അറിയും. എന്താ നവീൻ? ഞാനാ ടീച്ചർ എടുത്തു. നീ എന്തിനാ എടുത്തേ? മുഖത്തേക്ക് നോക്ക്. നീ എന്തിനാ എടുത്തേ നവീൻ? ബുക്ക് എടുത്തേ. ഇതാ ടീച്ചറെ ബുക്ക്. ഇതാണോ അമ്മു ബുക്ക്? നീ എന്തിനാ ബുക്ക് എടുത്തേ? എടുക്കുന്ന മോശല്ലേ? ഇറങ്ങി വന്ന അമ്മൂനോട് സോറി പറ. നീ അവിടെ ഇരുന്നോ? ഇല്ല, ഞാൻ വന്നോളാം. നവീൻ, ഇത് മോശല്ലേ? നീ എന്തിനാ ബുക്ക് എടുത്തേ? ഇങ്ങനെ ബുക്കൊക്കെ ചോദിക്കാതിരിക്കുന്ന ചീത്ത കുട്ടികളല്ലേ? ഞാൻ ചീത്തയല്ല. നീ ചീത്തയാണെന്നല്ല പറഞ്ഞത്. അങ്ങനെ ചോദിക്കാതിരിക്കുന്ന മോശല്ലേ? എന്റെ അച്ഛനെ കള്ളുകൂടിയെന്ന് വിളിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഇവരുടെ ഒക്കെ അച്ഛനെ അമ്മ തൂവല് കണ്ടുപിടിച്ച് ഒട്ടിച്ചു കൊടുത്തു. എന്റെ അച്ഛനോട് പറഞ്ഞപ്പോ അച്ഛൻ എന്നെ ചീത്ത പറഞ്ഞു. എനിക്ക് അമ്മ ഇല്ലാത്തോണ്ടല്ലേ. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ ചീത്ത ചേക്കെന്ന് വിളിക്കില്ലായിരുന്നു. മുത്തശ്ശി പറഞ്ഞു അമ്മ മരിച്ച ശേഷമാണ് അച്ഛൻ കുടിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അച്ഛൻ കുടിക്കാതിരിക്കാൻ ഞാൻ പൈസ എടുത്ത് ബാഗിലിട്ടത്. അയ്യേ നവീന്, കരയാണോ? കരയല്ലേ? അറിയാതെ എടുത്തു പോയതാ ടീച്ചറെ. ഞാൻ കള്ളനല്ല. നീ കള്ളനൊന്നുമല്ല കേട്ടോ. അമ്മു നിന്നോട് ക്ഷമിച്ചോളില്ലേ അമ്മു? ഇങ്ങോട്ട് വാ അമ്മു. എല്ലാവരും ഇത് കണ്ടോ? ഇതുപോലെ എല്ലാവരും പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും വേണം നിൽക്കാൻ. നവീനെ പോലെ തെറ്റേറ്റു പറയാനും അമ്മുനെ പോലെ തെറ്റ് മനസ്സിലാക്കി ക്ഷമിക്കാനും എല്ലാവരും പഠിക്കണം. അങ്ങനെ ഭാവിയിൽ വലിയ ആളുകളാവണം. ഞാൻ കെ.ആർ. നാരായണനാവും. ഇവിടെ ലൈറ്റ് ഒന്നുമില്ല തള്ള. ടീച്ചർ അവളാരാ എന്നെ പഠിപ്പിക്കാൻ? എന്റെ മോനെ ഞാൻ പൊന്നു പോലെ നോക്കും. അമ്മാമ്മ വിളക്ക് കേട്ടു. വെളിച്ചം കെടാ
കുട്ടാ